കോഴിക്കോട് കൊയിലാണ്ടിക്കടുത്തുള്ള മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊണ്ടുവന്ന 2 ആനകൾ വിരണ്ടോടിയതും അതുമൂലമുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 3 പേർ മരിച്ചതുമൊക്കെ കേരളം ഞെട്ടലോടെയാണ് കണ്ടത്. സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകളാണ് ആ സമയം ക്ഷേത്രത്തിലുണ്ടായിരുന്നത്. പടക്കം പൊട്ടിച്ചപ്പോഴാണ് ആനകൾ വിരണ്ടോടിയതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഉത്സവങ്ങൾക്കും മറ്റുമായി ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു കേസ് സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കെയാണ് കൊയിലാണ്ടിയിൽ ഈ ദുരന്തമുണ്ടാകുന്നത്. ആനെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് അമിക്കസ് ക്യൂറി തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഹൈക്കോടതി ചില നിയന്ത്രണങ്ങൾ പുറപ്പെടുവിച്ചത്. 3 മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായി ആനയെ എഴുന്നള്ളിക്കരുതെന്നും ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം വേണമെന്നുമൊക്കെ ഈ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ ഹൈക്കോടതി ശക്തമായ ഭാഷയിൽ വിമർശനവും അന്ന് ഉന്നയിച്ചിരുന്നു. കരയിലെ ഏറ്റവും വലിയ നടക്കുന്ന ജീവിയെ ഇത്തരം ആചാരങ്ങൾക്കായി ഉപയോഗിക്കുന്നത് മനുഷ്യന്റെ അഹന്തയാണെന്നും തിമിംഗലം കരയിലെ ജീവിയല്ലാത്തതിന് ദൈവത്തിന് നന്ദിയെന്നുമാണ് കോടതി അന്ന് പറഞ്ഞുവെച്ചത്. ഒന്ന് പരിശോധിച്ചാൽ തന്നെ നമുക്ക് കാണാം, അടുത്തിടെയായി നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. വനംവകുപ്പ് പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 5 വർഷത്തിനിടെ നാട്ടാന ആക്രമണത്തിൽ സംസ്ഥാനത്ത് 21 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. 7 പേർക്കാണ് ജില്ലയിൽ ജീവൻ നഷ്ടമായത്. കഴിഞ്ഞ 30 വർഷത്തെ കണക്കെടുത്താൽ നാട്ടാനകളുടെ ആക്രമണത്തിൽ 850-ലധികം ആളുകൾക്കാണ് സംസ്ഥാനത്ത് ഈ ജീവൻ നഷ്ടമായിരിക്കുന്നത്. പരിക്കേറ്റവരുടെ കണക്ക് ഏകദേശം 5000-നടുത്തു വരും. കാട്ടാന ആക്രമണം അടക്കമുള്ള വന്യജീവി ആക്രമണം വലിയ രാഷ്ട്രീയ വിഷയമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നാട്ടാന ആക്രമണങ്ങളും ഉയർന്നു വരുന്നത്. എന്നാൽ കാട്ടാന ആക്രമണത്തിന്റെ പേരിൽ മുറവിളി കൂട്ടുന്നവരാരും തന്നെ നാട്ടാന ആക്രമണത്തിൽ പരാതിപ്പെടുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. എന്തെന്നാൽ ആചാരങ്ങളെ വിട്ടുകളിക്കാൻ ആർക്കും താല്പര്യമില്ല. വെടിക്കെട്ടിനും ആന എഴുന്നള്ളിപ്പിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുമ്പോഴും ഇത് ആഘോഷങ്ങളുടെ പൊലിമ കുറയ്ക്കുമെന്നും ആചാര ലംഘനമാകുമെന്നും ചൂണ്ടിക്കാട്ടി നിരവധി പേർ രംഗത്തുണ്ട്. ദുരന്തങ്ങൾ ഒഴിവാക്കാനായി നടത്തുന്ന മുൻകരുതലുകൾ പോലും ആചാര ലംഘനമെന്ന് പലരും പറയുന്നു. കാടിനുള്ളിൽ ഏറ്റവും ശാന്തമായ സ്ഥലത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവികളാണ് ഈ ആനകൾ. ചെറിയ ശബ്ദം പോലും അതിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അങ്ങനെയുള്ള മൃഗത്തെയാണ് നാട്ടിലെത്തിച്ച് എഴുന്നള്ളിപ്പിനും മറ്റുമൊക്കെയായി മണിക്കൂറുകളോളം പൊരി വെയിലത്ത് നിർത്തുന്നത്. മാത്രമല്ല വെടിയൊച്ചകളും ബഹളങ്ങളും ഒക്കെ അതിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. 2012 സംസ്ഥാന വനം വകുപ്പ് പരിഷ്കരിച്ച നാട്ടാന പരിപാലന ചട്ടം സംബന്ധിച്ച് നിരവധി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും വേണ്ട രീതിയിൽ നടപ്പാക്കാറില്ലെന്നതാണ് സത്യം. എഴുന്നള്ളത്തുകൾക്ക് ആനകൾ തമ്മിൽ ആവശ്യമായ അകലം പാലിക്കേണ്ടതുണ്ടെന്നും മദപ്പാടുള്ള ആനകളെ എഴുന്നള്ളത്തിന് ഉപയോഗിക്കരുതെന്നും നിയമത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ രോഗം ബാധിച്ചതോ മുറിവുള്ളതോ ക്ഷീണിച്ചതോ ഗർഭിണിയായതോ ആയ ആനകളെ എഴുന്നള്ളത്തിന് കൊണ്ടുവരാൻ പാടില്ല. നട്ടുച്ച വെയിലിൽ വിശ്രമമില്ലാതെ ദീർഘനേരം ആനകളെ നടത്താനോ ആനകളെ ദീർഘനേരം വെയിലത്ത് നിർത്താനോ പാടുള്ളതല്ല. ഉഗ്രശബ്ദത്തിൽ പടക്കം പൊട്ടിക്കുന്നതിനും നിരോധനമുണ്ട്. മാത്രവുമല്ല 5-ലധികം ആനകൾ പങ്കെടുക്കുന്ന എഴുന്നള്ളിപ്പുകളാണെങ്കിൽ വെറ്റിനറി ഡോക്ടറുടെ സേവനം നിർബന്ധമായും ഉറപ്പാക്കിയിരിക്കണം. ഇത്തരം കർശന സുരക്ഷാ നിബന്ധനകളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പലരും ആന എഴുന്നള്ളത്തൊക്കെ നടത്തുന്നത്. കോഴിക്കോട് ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പിൽ നാട്ടാന പരിപാലന ചട്ടത്തിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഇത്തരം അനാസ്ഥകളാണ് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ആചാരങ്ങൾ സംരക്ഷിക്കാൻ കാണിക്കുന്ന നിലപാടുകൾ മനുഷ്യജീവന്റെ സംരക്ഷണത്തിനും കൂടെ നൽകാത്തതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇത്തരം അപകടങ്ങൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.